ഹലോ കൂട്ടുകാരെ, കാശ് ഇത്തിരി കൂടുതലായതുകൊണ്ട് കുറച്ച് സ്വർണം വാങ്ങിയെടുത്ത് വയ്ക്കാമെന്ന് കരുതി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ നാട്ടിലുള്ള ദുബായ് ഗോൾഡ് പാലസിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാശ് അധികമായിട്ടൊന്നും അല്ല, എൻ്റെ കമ്മൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി മേടിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് ഇവിടെ ഒരുപാടുള്ളത്. അതും വെറൈറ്റി ഡിസൈനിൽ നമ്മളെവിടെയും കാണാത്ത തരത്തിലുള്ള നല്ല ഡിസൈൻ, നമുക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന നല്ല ഡിസൈനിലാണ് ഇവിടെ എല്ലാ കളക്ഷനും ഉള്ളത് കേട്ടോ. അതുപോലെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വിവാഹത്തിനാണെങ്കിലും നമ്മുടെ വിവാഹ സെറ്റൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ഇവർ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഈ ചെയിനൊക്കെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള ജ്വല്ലറി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പണിക്കൂലി വളരെ കുറവാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ജ്വല്ലറി അത് കൊടുത്തിട്ട് അതിനുള്ളിലുള്ള അതാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു കമ്മലും ചെയിനും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കളക്ഷനൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. നമുക്ക് വേറെ എന്തെടുത്താലും നമ്മൾ കടയിൽ പോകുമ്പോൾ മറ്റുള്ളതും കൂടി ഒന്ന് നോക്കുമല്ലോ, പ്രത്യേകിച്ച് ഇതേപോലെ ജ്വല്ലറിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഒരുപാട് വെറൈറ്റി കളക്ഷനാണ് കേട്ടോ ഇവിടെയുള്ളത്. എല്ലാ റിങ്സ് ആണെങ്കിലും കണ്ടില്ലേ, ഒരുപാട് നല്ല ഡിസൈനാണ് ഇവിടെ ഉള്ളത്. ഞാൻ ഒരു മോതിരം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതൊന്നും എടുക്കുന്നില്ല, എന്നാലും നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഈ വളകളൊക്കെ കല്യാണത്തിനൊക്കെ എടുക്കുകയാണെങ്കിലും ഇതും ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് കേട്ടോ. കാണുമ്പോൾ തോന്നും നല്ല പൊക്കാരുള്ളതാണ്, പക്ഷേ വെയിറ്റ് കുറവാട്ടോ ഇതിനൊക്കെ. അതുപോലെ തന്നെ ഈ കൈച്ചെയിനൊക്കെ ആണെങ്കിലും നല്ല വെയിറ്റ് കുറവുള്ള വെറൈറ്റി ഡിസൈനാണ്. പിന്നെ കമ്മൽ ഒരു രക്ഷയല്ല, വെറൈറ്റി കളക്ഷൻസാണ് കേട്ടോ ഇവിടെയുള്ളത്. നമുക്ക് ഏത് എടുക്കേണ്ടതെന്ന് നമുക്ക് സംശയം തോന്നും, അത്രയും നല്ല രസമുള്ള ഡിസൈൻസാണ് ഇവിടെ ഉള്ളത്. നമുക്കതുപോലെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും പറ്റിയ കളക്ഷന്, നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന, നമ്മുടെ ഗ്രാമിന് ഒതുങ്ങുന്ന പറ്റിയ കളക്ഷൻ ഡിസൈനൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മഹർ ചെയിനിൻ്റെ പേര് എഴുതുന്ന ലോക്കറ്റ് ഉണ്ടാവില്ലേ, അതുപോലെ താലി ചെയിനിൻ്റെ ലോക്കറ്റ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഉള്ള ലോക്കറ്റിൻ്റെ ഓരോ ഡിസൈനാണ് കേട്ടോ ഈ ചാർട്ടിലുള്ളത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ പേരെഴുതിയിട്ടുള്ള ഇപ്പോഴുള്ള മോഡലില്ലേ, രണ്ടാളുള്ള പേരെഴുതുന്ന മോഡലുണ്ട്, അതുപോലെ ഹസ്ബൻഡിൻ്റെ മാത്രം പേരെഴുതുന്ന മോഡൽ, അങ്ങനെ ഒരുപാട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓരോ മോഡലാണ് ഈ ചാർട്ട് പേപ്പറിലുള്ളത്. നമുക്ക് സെലക്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അവർ നമ്മുടെ ഗ്രാമിനനുസരിച്ചതാണെങ്കിൽ അത് ചെയ്തു തരാമെന്ന് പറയും. അല്ല എന്നുണ്ടെങ്കിൽ അവർ പറ്റുന്നത് നമുക്ക് കാണിച്ചു തരുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പഴയ സ്വർണ്ണങ്ങളെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉയർന്ന വില തന്നെ ഇവർ തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ പണയം വെച്ച സ്വർണം ഇവിടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവർ പണയം വെച്ച സ്വർണം എടുക്കാനും സഹായിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുന്ന് വിൽക്കുകയാണെങ്കിൽ ഇവർ ഉയർന്ന വിലയ്ക്ക് തന്നെ വിറ്റ് തരുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് റിങ്സിൽ പേരെഴുതുന്ന മോഡൽസും അതുപോലെ ലോക്കറ്റിൽ പേരെഴുതുന്ന മോഡൽസും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനായിട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ ഞാനിതെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവരത് കാണിച്ചു തരുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ്. 2.5 ഗ്രാം 2.5 ഗ്രാം ഈ ചെയിൻ വെറും 2.5 ഗ്രാമിൻ്റെ ചെയിനാണ് കേട്ടോ. വേറെ എവിടെയും നമുക്ക് ഇത്രയും ലൈറ്റ് വെയ്റ്റ് കളക്ഷനായിട്ട് കിട്ടില്ല. കണ്ടില്ലേ, ഡെയിലി വെയറിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ചെയിനുകളാണ്. കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല കളക്ഷനാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തത് നോക്കാം. ഒന്നേകാൽ പവനിൽ 7 പിടിയിൽ സച്ചിൻ്റെ 4 പവൻ 9 പുതിയ മോഡലാ. അപ്പോൾ ഇതാണ് ഞാനെടുത്ത കമ്മൽ കേട്ടോ. ഇതിന് 3 ഗ്രാമാണുള്ളത്. വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി, ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്താണ്. പിന്നെ അരപ്പവൻ്റെ ചെയിനാണിത്. ഇട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ചെർപ്പുളശ്ശേരിയിൽ നിന്നും ഒറ്റപ്പാലം പോകുന്ന റോഡിന് അമ്പലപ്പാറ എന്ന സ്ഥലത്താണ് ദുബായ് ഗോൾഡ് പാലസ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.